വറുതിക്കാലത്ത് കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധനം നിലനിൽക്കെ ഭക്ഷ്യധാന്യങ്ങളടക്കം സർക്കാരിൽ നിന്നുള്ള സഹായങ്ങൾ ഇതുവരെ ലഭിച്ചില്ല. യന്ത്രവൽകൃത ബോട്ടുകളിൽ മത്സ്യബന്ധനത്തിന് പോയിരുന്നവർ പട്ടിണിയിലാകുന്ന അവസ്ഥയിലാണ്. മത്സ്യലഭ്യത കുറഞ്ഞതോടെ പരമ്പരാഗത വള്ളങ്ങളിൽ പോകുന്നവരും ബുദ്ധിമുട്ട് നേരിടുകയാണെന്ന് നീണ്ടകരയിലെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. മനോജ് തയ്യാറാക്കിയ ആ റിപ്പോർട്ട് കണ്ടുവരാം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തുടരുകയാണ്. യന്ത്രവത്കൃത ബോട്ടുകൾക്ക് കടലിൽ പോയി മത്സ്യബന്ധനം നടത്താനുള്ള അനുമതിയില്ല. അതേസമയം തന്നെ പരമ്പരാഗത വള്ളങ്ങളാണ് ഇപ്പോൾ കടലിലേക്ക് പോകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമയത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സാധാരണ ലഭിക്കാറുള്ള സാമ്പത്തിക സഹായമായാലും അല്ലെങ്കിൽ റേഷൻ അരിയായാലും ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ ട്രോളിംഗ് നിരോധനം തുടങ്ങി ഏറെ ദിവസങ്ങളായി. പക്ഷേ ഇതുവരെയും ഇവർക്കൊന്നും തന്നെ ഈ അർഹതപ്പെട്ട ഇത്തരത്തിലുള്ള ആഹാര സാധനങ്ങളായാലും അല്ലെങ്കിൽ മറ്റ് കിറ്റുകളായാലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ സാഹചര്യത്തിൽ ബോട്ടിലെ തൊഴിലാളികളായാലും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വറുതിയുടെ കാലഘട്ടമാണല്ലോ. അപ്പോൾ ഈ കിട്ടേണ്ട സഹായം സമയത്തിന് കിട്ടിയില്ലെങ്കിൽ ഏറെ ബുദ്ധിമുട്ടിലാണ്. വളരെ ബുദ്ധിമുട്ടിലാണ്. ഈ വർഷം അത് ഇതുവരെ കിട്ടിയിട്ടുമില്ല, കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. യാതൊരു വിധത്തിലുള്ള പ്രഖ്യാപനവും നടന്നിട്ടില്ല. കൊടുക്കും എന്നുള്ളൊരു സൂചന പോലും ഇതുവരെ നടന്നിട്ടില്ല. അത് നിർത്തി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നാളെ ഈ വരുന്ന കാലങ്ങളിൽ, അതായത് ഇനി കടൽക്ഷോഭം ഉണ്ടാവും, അപ്പോഴൊക്കെ പണിക്ക് പോകാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പട്ടിണിയുടെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു കണ്ടീഷനാണ് ഉണ്ടാകുന്നത്. ഈ മീനൊക്കെ എങ്ങനെയാ കിട്ടുന്നുണ്ടോ, കുറവാണോ? മീൻ കുറവാണ്. ഇപ്പം മീൻ കുറവാണ്. വിലയൊക്കെ തുച്ഛമായ വിലയുള്ളൂ. നമുക്ക് തുച്ഛമായ വിലയുള്ളൂ. പിന്നെ അതിൽ വിൽക്കുന്നവർക്കാണ് അവർക്കാണ് മുതൽ കിട്ടുന്നത്. നമുക്ക് തുച്ഛമായ പൈസ കിട്ടുന്നുള്ളൂ. ഈ സഹായം കൂടെ കിട്ടാതായതോടെ വീട്ടിലെ കാര്യമൊക്കെ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഈ പ്രസ്ഥാനം പോകണമെങ്കിൽ എണ്ണയുടെ വില അധികപ്പറ്റാണ്. ഇപ്പം നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. നമുക്ക് കിട്ടുന്നതിൽ ഒരു മൂല്യം നമുക്ക് ആ എണ്ണയ്ക്ക് വേണ്ടി ചിലവാക്കാൻ ഉള്ളു. പമ്പിൽ മണ്ണെണ്ണയുടെ വില 155 രൂപ. 155 രൂപ, അതിൻ്റെ കൂടെ 10 രൂപ ഓയിലും കൂടെ ആവും. അപ്പോൾ 1 ലിറ്ററിന് 165 രൂപ മണ്ണെണ്ണയ്ക്ക് വരുന്നുണ്ട്. ഇത്രയും മണ്ണെണ്ണയും ചിലവാക്കി പോയിട്ട് തിരിച്ചു വന്നാൽ ചിലപ്പോൾ ആ ഇന്ധനത്തിനുള്ള കാശ് പോലും കിട്ടാറില്ല. ഈ എത്രയും വേഗം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധനങ്ങളൊക്കെ കിട്ടണം എന്നുള്ളതാണ്. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്കത് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ ഇനിയും കിട്ടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതായത് ബോട്ടിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് കൂടെ ഈ സഹായം വേണ്ടതല്ല. തീർച്ചയായിട്ടും അവരെ ഉദ്ദേശിച്ചാണ് ഈ സഹായം അന്ന് പ്രഖ്യാപിച്ചത്. ട്രോളിംഗ് നിരോധന സമയത്ത് ഈ ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടാണ്. അവർ വളരെ ബുദ്ധിമുട്ടിലാണ് അവരിപ്പോൾ. കുറേ പേരൊക്കെ തിരികെ നാട്ടിലേക്ക്, തമിഴ്നാട്ടിലേക്കൊക്കെ പോയ കുറേ പേരുണ്ടല്ലോ. ബംഗാളികളും തമിഴന്മാരും ഒക്കെ അവരുടെ നാടുകളിൽ പോയിട്ടുണ്ട്, ഈ സമയത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ തന്നെയുള്ള ജോലിക്കാരുണ്ടല്ലോ, അവർക്ക് വളരെ ബുദ്ധിമുട്ടിലാണ് കാര്യങ്ങൾ. തീർച്ചയായും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം അവർക്ക് ഈ സമയത്ത് കിട്ടേണ്ട സഹായം അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായി ലഭിച്ചില്ലെങ്കിൽ കുടുംബം പട്ടിണിയാകുന്ന അവസ്ഥയാണ് എന്നുള്ളതാണ്. അതായത് ബോട്ടിലെ തൊഴിലാളികൾക്ക് ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റില്ല. പരമ്പരാഗത വള്ളത്തിലുള്ളവരാണ് ഇപ്പോൾ ചെറിയ രീതിയിൽ ഈ മത്സ്യബന്ധനം നടത്തുന്നത്. ഏതായാലും വറുതിയുടെ കാലഘട്ടത്തിൽ അവർക്ക് ആകേണ്ട ഒരു സർക്കാരാണ്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള സഹായങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു പരാതി അത് നിരന്തരം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.